ഈശപ്രയ വിഷയത്തിൽ ഇസ്ലാമിന്റെ ഇടപെടൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അവസാനം അത് എന്തായി എന്ന കാര്യത്തിൽ അതിനൊക്കെ കമ്മിറ്റികൾ ഉണ്ട്, അവർ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇസ്ലാം മതത്തിൽ ദിയത്ത് എന്ന് പറയുന്ന ഒരു സംഖ്യ കൊടുത്തുകൊണ്ട് ഒഴിവാക്കുന്ന ഒരു നിയമം കൂടി ഉണ്ട്. ഒരു കൊലക്ക് കൊല മാത്രമല്ല, ഈ സംഖ്യ ദിയത്ത് എന്നാണ് ഇസ്ലാമിൽ അതിന് പറയുക. ബ്ലഡ് മണി അങ്ങനെ പറയാ. അത് കൊടുത്ത് സംരക്ഷിക്കുന്ന മാർഗം കൂടി ഉണ്ട് എന്ന് ഞങ്ങൾ പറയുകയും അതനുസരിച്ച് അത് കക്ഷികൾ അത് തയ്യാറായപ്പോൾ അത് തയ്യാറായിട്ടുണ്ട് എന്ന് ഈ സ്ത്രീയുടെ ബന്ധുക്കളൊക്കെ തയ്യാറായിട്ടുണ്ട് എന്ന് അവിടുത്തെ ഭരണാധികാരികളെ അറിയിക്കുകയും ഉണ്ടായി. പിന്നെ ഇപ്പോൾ അതവിടെ എത്തിയെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയില്ല. എങ്കിലും അവരെ സംഖ്യ കൊടുക്കുന്നതിൽ ചിലർ വിയോജിപ്പ് കാണിച്ചു എന്നാണ് കേൾക്കുന്നത്. ഏതായിരുന്നാലും ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു. അതവിടെ ഒരു മുസ്ലിമാണോ അല്ലേ എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. അവരേത് രാഷ്ട്രീയ പാർട്ടിയാണെന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഇപ്പോൾ 4 മാസത്തിലധികം ആ സ്ത്രീയുടെ ജീവൻ ഇപ്പോൾ നീണ്ടു കിട്ടിയല്ലോ. ഏതൊരു 16-ാം തീയതി ജൂലൈ 16. അപ്പോൾ ആകത്ത് 5 മാസമായി. അതിപ്പോ അങ്ങനെ ഇനി എത്ര പോകും എന്നുള്ളതൊക്കെ കൈകാര്യം ചെയ്യാൻ കമ്മിറ്റിയുണ്ട്, ആളുകളുണ്ട്, ഗവൺമെന്റുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനെ എഴുതി അറിയിച്ചിട്ടും ഉണ്ട്. ഞങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിയും അതാത് സമയം ഇന്ത്യ ഗവൺമെന്റിനെ ഞങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് വിരുദ്ധമായ പ്രവർത്തനമായി പോകണ്ട എന്ന് കരുതിയാണ് ഇങ്ങനെ എഴുതി അറിയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഓഫീസിലേക്ക് ഞങ്ങൾ ഈ ഓരോ കാര്യങ്ങളും അതത് സമയം എഴുതി വേണ്ടതുപോലെ അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ബാക്കി നിങ്ങൾക്കെല്ലാവരുടെയും കയ്യിലാണ് ഉള്ളത്. നിങ്ങളാണ് വേണ്ടപ്പെട്ട കാര്യങ്ങൾ എഴുതുകയും ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.